ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ പിള്ളേരായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടു. അപ്പം നമ്മുടെ വീടിന്റെ വളരെ അടുത്താണ് വെലങ്ങുന്നുള്ളത്. അപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ വെലങ്ങുന്നിലോട്ട് വിട്ടു. ആദ്യമായിട്ടാണ് പിള്ളേരും ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ദിച്ചു ഒരു പാർക്കിലേക്ക് വരുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അപ്പോൾ അവനത് എന്താണ് എങ്ങനെയാണെന്ന് അറിയാത്തതിന്റെ ഒരു അങ്കലാപ്പും എന്താ പറയുക ഒരു അമ്പരപ്പൊക്കെ അവന്റെ മുഖത്ത് കാണാനുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നടന്നു പോകുമ്പോൾ പുറത്തുനിന്ന് കാണുന്ന വ്യൂ ആണ്. സംഭവം എന്തായാലും അടിപൊളിയാണ്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, ചെറിയ കാറ്റും പിന്നെ തണലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഓവർ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് കുട്ടികളെ കളിക്കാനും നമ്മളതൊരു മേൽനോട്ടം തന്നെ ഇപ്പോഴും കിട്ടും കേട്ടോ. പിന്നെ അവൻ തന്നെ അവസാനം അവന് പറ്റിയൊരു സ്ലൈഡിങ് അവൻ തന്നെ സെറ്റപ്പ് ആക്കി. എന്തായാലും കുട്ടികൾ എന്തായാലും നല്ല ഹാപ്പി ആയിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ പുറത്ത് പോകാന്ന് പറയുമ്പോൾ നമ്മുടെ കംഫർട്ടാണ് നമ്മൾ ആദ്യം നോക്കാറുള്ളത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ കുട്ടികൾക്കും കൂടി എന്റർടൈൻമെന്റ് എൻജോയ്മെന്റ് കിട്ടുന്ന ഒരു സ്ഥലം നമ്മൾ മാക്സിമം ചൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും എന്ന് എനിക്കിപ്പോൾ ഇവരുടെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എങ്ങനെ തന്നെയാണോ എന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ കുട്ടികൾ എന്തായാലും നല്ല ഹാപ്പി ആയി. അങ്ങനെ നമ്മൾ നേരെ വാച്ച് ടവറിലേക്ക് വന്നു. അവിടുന്ന് കാണുന്ന വ്യൂ ആണ് ഇത്. ആ കാണുന്നത് ശോഭ സിറ്റി ആണ് കേട്ടോ. അങ്ങനെ മൊത്തം ക്ലൈമറ്റും നല്ലതായിരുന്നു. അധികം തിരക്കുകളൊന്നും ഇല്ലാത്ത കാരണം കുട്ടികളൊക്കെ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അവിടുന്ന് തിരിച്ച് വരുന്ന വഴിയാണ് ഞങ്ങൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഒരു ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു പെട്ടിക്കട പോലത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ. പക്ഷെ അവിടെ ഇല്ലാത്ത സാധനങ്ങൾ ഒന്നും തന്നെ ഇല്ല. അത്യാവശ്യം കടികളൊക്കെ ഉണ്ടായിരുന്നു. കായബജ്ജി, പഴംപൊരി, സമൂസ, പപ്സ്, മുട്ട ബജ്ജി എന്ന് വേണ്ട ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അതുകൂടാതെ ജ്യൂസ്, ഷെയ്ക്ക്, ഫലൂദ, മോജിറ്റോ അങ്ങനെ ആ ഐറ്റംസും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആകെ പറഞ്ഞത് 3 കാപ്പിയും പിന്നെ 3 കായബജി ആയിരുന്നു. പിന്നെ ധ്രുപദിന് കട്ട്ലേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ അതും കൊണ്ട് നേരെ കാറിലോട്ട് വന്നു. ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് കഴിച്ചു. അടിപൊളി കാപ്പി, അടിപൊളി ബജ്ജി ആയിരുന്നു. അപ്പൊ നിങ്ങൾ ഈ റൂട്ടിൽ വരുന്നുണ്ടെങ്കിൽ ഈ ക്ലബ് ഹൗസിൽ ഒന്ന് കയറി നോക്കുക. അതിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ കുന്നംകുളം ഹൈവേയിൽ പേരാമംഗലത്താണ് കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പിള്ളേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ.